ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു വ്ളോഗ് വീഡിയോ ആണ്. ഇന്നത്തെ വ്ളോഗിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സൂപ്പർ ബ്രെയിൻ പവർ അതിന്റെ യോഗിയായ ഭൗതിക് യോഗയുടെ ഗുരുവായ ഡോക്ടർ ജിതീഷ് ജി അദ്ദേഹത്തിന്റെ ഉദ്ഘാടനത്തിൽ നടക്കുന്ന കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജില് യോഗാ ദിനത്തോടനുബന്ധിച്ച് യോഗാ ദിന ആചരണം നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയാലോ. ഈ വീഡിയോ എന്തായാലും 100% എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ വീഡിയോയിൽ നിന്ന് ഉപകാരം ഉണ്ടെന്ന്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. യോഗേന ചിത്തസ്യ പതേന വാചാ മനഃ ശരീരസ്യ ച വൈദ്യകേന യോഗാകരോത്തം പ്രവരം മുനീനാം പതഞ്ജലി പ്രാഞ്ജലിരാനതോസ്മി. ഓം ശാന്തി ശാന്തി ശാന്തി. രണ്ട് കൈകളും ഒന്ന് കൂട്ടിത്തിരുമി ചൂട് പിടിപ്പിച്ച് മുഖത്തൊന്ന് തലോടിയതിന് ശേഷം മെല്ലെ ഇനി എണീറ്റ് നിൽക്കാം. 1 2 3 4 5 6 7 8 9 10 7 8 9 10 6 7 8 9 10 8 9 10. നേരെ വരാം. വലത്തെ കാലിൽ നിന്ന് മുകളിലോട്ട് 8 9 10 സൈഡിലോട്ട് 1 2 3 4 1 2 3 4. വളരെ സാധാരണ ശ്വാസത്തിലേക്ക് വിടുകയും ചെയ്യാം. ശ്വാസം ജീവനാണ്. വളരെ ആദരവോടും ബഹുമാനത്തോടും കൂടി ഓരോ ശ്വാസത്തെയും സ്വീകരിക്കുക. വളരെയധികം നന്ദിയോടെ ഓരോ ശ്വാസത്തെയും പുറത്തേക്ക് പോകാൻ അനുവദിക്കുക. പ്രകൃതിയെ അറിയാൻ സാധിക്കുന്നത് ഈ ശരീരത്തിലൂടെയാണ്. ഈശ്വരൻ നമുക്ക് തന്ന ഏറ്റവും മഹത്തായ സമ്മാനമാണ് ഈ ശരീരം. രണ്ട് കണ്ണുകളും മുറുക്കി ഒന്നടയ്ക്കാം. ശേഷം അയച്ചിട്ടുള്ള ഏകാഗ്രത എങ്ങനെ വർദ്ധിപ്പിക്കാം? ശ്വാസവും ഇൻഹേൽ ചെയ്യുന്നതും എക്സേൽ ചെയ്യുന്നതുകൊണ്ട് എങ്ങനെയാണ് ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നത്? ഇതാണ് ക്രിസ്തുവിന് 200 വർഷം മുമ്പ് അല്ലെങ്കിൽ 400 വർഷം മുമ്പ് ജീവിച്ചതായി പറയുന്ന പതഞ്ജലി മഹർഷി നമുക്ക് പറഞ്ഞു തന്നു. അപ്പം അതിന് ഏറ്റവും പ്രധാന കാര്യം, അല്ലാതെ നമ്മളിപ്പോൾ കാണുന്ന നൂറുകണക്കിന് പലതരത്തിലുള്ള യോഗാസനങ്ങളെല്ലാം കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ DK സയ്യങ്കാർ എന്ന് പറഞ്ഞ DK സയ്യങ്കാർ. അപ്പോൾ ഇന്ന്
ശരിക്കും പറഞ്ഞാൽ ഈ ആസനങ്ങൾ 15 ആസനങ്ങൾ നമ്മളോട് പറയുന്നത് ഹഠയോഗ എന്ന് പറയുന്ന ഹഠയോഗ പ്രദീപികയാണ്. ഹഠയോഗ പ്രദീപിക എന്ന് പറയുന്ന പുസ്തകം 15-ാം നൂറ്റാണ്ടിനോട് അടുപ്പിച്ച് ഇറങ്ങി. അതിനകത്ത് ശാസ്താരാമനാണ് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ 15 തരത്തിലുള്ള ആസനങ്ങൾ വന്നത്. ഈ പതഞ്ജലി മഹർഷി പറയുന്നത് ശ്വാസത്തിന്റെ ക്രമീകരണം കൊണ്ട് നമ്മുടെ ഏകാഗ്രത ഭയങ്കരമായിട്ട് ഉണ്ടാവും. അത് വളരെ സത്യമായ കാര്യമാണ്. അതിനെ തന്നെ 8 ആയിട്ട് തിരിച്ചുകൊണ്ട് യമം നിയമം അല്ലെ എന്ന് പറഞ്ഞ 8 കാര്യങ്ങൾ, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, അങ്ങനെ 8 ആയിട്ട് തിരിച്ചുകൊണ്ട് ഒരു ക്രമീകരണമാണ് ഉണ്ടായത്. അപ്പോൾ ഇന്ന് ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന കാര്യമാണ് യോഗ. ഭാരതം ലോകത്തിന് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ആയുർവേദം, 2 യോഗയാണെന്ന്. സത്യത്തിൽ യോഗ കൊണ്ട് വളരെ ദോഷമുണ്ട് എന്ന് വാദിക്കുന്ന ധാരാളം ഡോക്ടർമാരുണ്ട്. യോഗ ഇത്തരത്തിലുള്ള എക്സസൈസ് ചെയ്ത ദോഷമാണ്. പക്ഷെ ഇവരെ എല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് 123-ാമത്തെ വയസ്സിൽ 2022-ൽ പത്മശ്രീ കിട്ടിയ ശിവാനന്ദ എന്ന് പറഞ്ഞ മനുഷ്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ശാസ്ത്രാംഗം പ്രണമിച്ചിട്ട് എഴുന്നേറ്റ് വരുന്ന കാഴ്ച കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു. ഇപ്പം 125-ാമത്തെ വയസ്സിൽ അദ്ദേഹം ജീവിച്ചിരിക്കുകയാണ് ശിവാനന്ദ. ആ ശിവാനന്ദയേക്കാൾ വലിയ ജീവിച്ചിരിക്കുന്ന ഉദാഹരണം നമുക്ക് കാണിക്കാനില്ല. ഉണ്ടോ? ശിവാനന്ദയാണ് 125 വയസ്സ് വരെ യോഗ അഭ്യാസം ചെയ്തുകൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു മനുഷ്യൻ്റെ ശരിക്കും പറഞ്ഞ ആയുസെന്ന് പറഞ്ഞാൽ 120 വയസ്സെന്നാണ് കണക്കാക്കുന്നത്. 120 വയസ്സ്. ആ 120 കടന്ന് 125 വയസ്സായിരിക്കും. അപ്പോൾ യോഗ തീർച്ചയായിട്ടും പ്രയോജനമുള്ള കാര്യമാണെന്നാണ് യാതൊരു സംശയമില്ല. ഡോക്ടർമാരില്ല, ലൈല ഡോക്ടർ എന്ന് പറഞ്ഞാൽ സൈക്കാട്രിസ്റ്റാണ്. ഇനിയുള്ള കാലത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് സൈക്കാട്രി. കാര്യം എല്ലാവരും സ്ട്രെസ്സും സ്ട്രെയിനും കൊണ്ട് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന കാലമാണ്. ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്ത് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും സാധ്യതയുള്ളതും ഇനിയുള്ള കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 10 ജോലിയിലൊന്നായിട്ടാണ് സൈക്കാട്രി എടുത്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം കൂടിയാണ് യോഗ എന്ന് പറയുന്നത് യാതൊരു സംശയമില്ല. ഇവിടെ യോഗ പഠിപ്പിക്കുന്ന വ്യക്തിയും വളരെ പ്രത്യേകതയുള്ള വ്യക്തിയാണ്. യോഗ പഠിപ്പിക്കുന്ന വ്യക്തി ചിത്രകാരൻ കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഡോക്ടർമാർ പറയുന്ന ഒരു പ്രധാന കാരണം നട്ടലിനെ കുറിച്ച് യോഗയിൽ പറയുന്നു. നട്ടലിൻ്റെ പലതരത്തിലുള്ള കാര്യങ്ങൾ, അതിന് പ്രയോജനമുള്ള കാര്യങ്ങൾ. ഈ 5000 വർഷം മുമ്പോ അല്ലെങ്കിൽ ക്രിസ്തുവിന് 200 വർഷം അല്ലെങ്കിൽ 400 വർഷം മുമ്പ് ജീവിച്ചിരുന്ന പതഞ്ജലി മഹർഷി നട്ടല് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നട്ടലിനെ കുറിച്ച് അദ്ദേഹം എങ്ങനെ പഠിക്കുന്നു? ഇതാണ് ഒരു ചോദ്യം. മനുഷ്യ നട്ടൽ എങ്ങനെയാണെന്ന് ആദ്യമായി ചിത്രഭാഷ്യം ചമച്ച് ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഒരു ഡോക്ടർ പോലുമല്ല. അത് കാണിച്ചു കൊടുത്തത് ഒരു ചിത്രകാരനാണ്. ആരാണ്? ലിയനാർഡോ ഡാവിഞ്ചിയാണ്. ഡാവിഞ്ചി രാത്രികാലങ്ങളിൽ മോർച്ചറികളിലും മറ്റും പോയി ശവക്കല്ലറ തുറന്ന് ഗർഭസ്ഥ ശിശുവിനെ ലോകത്തിന് ആദ്യമായി കാണിച്ചു കൊടുത്തത്, ഗർഭസ്ഥ ശിശു എങ്ങനെയാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഡാവിഞ്ചി ഒരു വിളക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകാശം രാത്രി കത്തിച്ച് വെച്ച് അവിടെ നിന്നുകൊണ്ട് ശവക്കല്ലറ കീറി പുറത്തെടുത്ത് ആ കുഞ്ഞിനെ കാണിച്ചുകൊണ്ട് നോക്കി വരച്ച്, അങ്ങനെയാണ് ഡാവിഞ്ചി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്, അല്ലെങ്കിൽ നട്ടൽ എങ്ങനെയാണ്, ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ എങ്ങനെയാണെന്ന് ചിത്രകാരനായ ലിയനാർഡോ ഡാവിഞ്ചിയാണ് പഠിപ്പിച്ചത്. അപ്പോൾ അതിനൊക്കെ എത്രയോ വർഷം മുമ്പുള്ള പതഞ്ജലി മഹർഷിക്ക് എങ്ങനെ അറിയാമായിരുന്നു ഈ നട്ടൽ എങ്ങനെയാണ്, ശ്വാസകോശം എങ്ങനെയാണ്, ഇതെങ്ങനെയാണ്, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അനാറ്റമി എങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് ഈ യോഗ ക്രമീകരിച്ചതെന്നാണ് പല രാജ്യങ്ങളിലുള്ള ഡോക്ടർമാർ ഉയർത്തുന്ന സംശയം. പക്ഷേ ആ സംശയങ്ങളെല്ലാം അസ്ഥാനത്താണെന്ന് 2 ബില്യണിലേറെ ആളുകളാണ്, അതായത് ലോകത്ത് 800 കോടിയിലേറെ ജനങ്ങളുണ്ടെങ്കിൽ 200 കോടിയിലേറെ ജനങ്ങളാണ് ഇന്ന് യോഗ ഉപയോഗപ്പെടുത്തുന്നത്. 200 കോടി ജനങ്ങൾ പൊട്ടന്മാരായിട്ടല്ല യോഗ പരിശീലിക്കുന്നത്. കാര്യം അതിന് പലതരത്തിലുള്ള പ്രയോജനങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന യോഗ ശരിക്കും പറഞ്ഞാൽ അത് പതഞ്ജലി മഹർഷി പറഞ്ഞ യോഗയല്ല. ശരിക്കും പറഞ്ഞാൽ കപാലഭാതി എന്ന് പറയുന്ന ഇങ്ങനെ വയറകത്തോട്ട് വെക്കുന്ന യോഗയാണ്. അത് ചെയ്ത് നിങ്ങൾ നോക്കുക, എനിക്ക് കുടവേറെന്ന് പറഞ്ഞ സാധനമേ ഇല്ല ഞങ്ങൾക്കോ. ശരിക്കും പറഞ്ഞാൽ അത് ചെയ്ത് അതാണ് ഏറ്റവും കൂടുതൽ. അത് ശരിക്കും പറഞ്ഞാൽ ഏതിനകത്ത് പറയുന്ന യോഗ ഇതാണ്. അത് ചെയ്ത് കൃത്യമായി ചെയ്യുമ്പോൾ ശരിക്കും കഴിഞ്ഞാൽ ശരിക്കും അത് മനുഷ്യൻ കണ്ടുപിടിച്ചതല്ല. ഞാനത് സൂക്ഷ്മമായി നിരീക്ഷിച്ചതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത്. ഈ യോഗയുടെ ആസനങ്ങളെല്ലാം തന്നെ പക്ഷികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും എടുത്താണ്. ഞാനിത് പല സ്ഥലത്തും നോക്കുമ്പോൾ സിംഹം ഗർജിക്കുന്ന എങ്ങനെയാണ്, കടുവ ഗർജിക്കുന്ന എങ്ങനെയാണ്, ആ ഗർജനത്തിൻ്റെ ശബ്ദം എന്താണ്, ശരിക്കും വയറകത്തോട്ട് ചൊട്ടിച്ചിട്ട് സിംഹത്തെ നിങ്ങൾ നോക്കിയാൽ മതി. മൃഗരാജ ഖടി എന്നാണ് പറയുന്നത്. മൃഗരാജ ഖടി.
മൃഗരാജന്റെ ശരീരം നോക്കൂ, എത്ര കൃത്യമാണ്. അവന്റെ തലയെടുപ്പ് ഭയങ്കരമായിരിക്കും, പക്ഷെ ഉടല് ഭയങ്കര വയറൊക്കെ ഒട്ടിയായിരിക്കുന്നത്. എത്ര ആഹാരം കഴിച്ചാലും വയറൊക്കെ ഒട്ടിയിരിക്കുന്നു. അപ്പൊ അത് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ മൃഗരാജനിൽ നിന്നാണ് ഒരുപക്ഷെ ആ മൃഗരാജൻ ഗർജിക്കുന്ന രീതിയിൽ ഹോ 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 എവിടെ ചെന്ന് നോക്കിയാൽ മതി. സിംഹം ഗർജിക്കുന്ന വെറുതെ വാഗോണ്ട് ശബ്ദം ഉണ്ടാക്കുകയല്ല, ഇങ്ങനെ ശ്വാസം അകത്തോട്ട് പിടിച്ചിട്ടാണ് സിംഹവും കടുവയും. നിങ്ങൾ സിംഹത്തെ സൂവിൽ പോകുന്നുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഗീർവനത്തിൽ മാത്രമേ ഉള്ളൂ സിംഹം, നിങ്ങൾ നോക്കിയാൽ മതി. അല്ലെങ്കിൽ മസായിമാരായി ചെന്ന് കഴിഞ്ഞാൽ സിംഹത്തിന്റെ കൂടെ നിന്ന് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം, ബാക്കിയുണ്ടെങ്കിൽ സിംഹം തിന്നുകയും ചെയ്യും. അപ്പോൾ 3000-ലേറെ ആളുകളെ ഒരു വർഷം തന്നെ മസായിമാരയിൽ ടാൻസാനിയയിലെ കാടുകളിൽ സിംഹം ഭക്ഷിക്കുന്നുണ്ട്. എങ്കിലും ആളുകൾ അവിടെ ചെല്ലുന്നു, സിംഹത്തിന്റെ കൂടെ ഫോട്ടോ എടുക്കുന്നു. സിംഹത്തെയോ അങ്ങനെയുള്ള മൃഗങ്ങളെ നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ വയറ് അകത്തോട്ട് പിടിച്ച് ഉള്ള ആ എക്സസൈസ്. അതെ, ഇത് ഒരു കാര്യം മാത്രമാണ്, കേവലം ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഇന്റർനാഷണൽ യോഗ ഡേക്ക് എല്ലാവിധമായ ആശംസകളും. ഞാൻ ഇതിൻ്റെ എല്ലാ ഗുണവശങ്ങളും ആസ്വദിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഓരോന്നും നിരീക്ഷിച്ചാൽ ഓരോ പോസ്റ്ററും യോഗ പോസ്റ്ററും ഏതെങ്കിലും പ്രകൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ പോലും നമുക്ക് തോന്നുന്നത് മഴയേക്കാൾ മനോഹരമായൊരു മെഡിറ്റേഷൻ ഇല്ല, ഒരു മരം പോലെ മനോഹരമായ ഒരു കവിതയില്ല ഭൂമിയിൽ എന്ന് എഴുതിയത് അമേരിക്കൻ കവി ജോയ്സ് ഫിൽമറാണ്. ഐ തിങ്ക് I shall never see a poem lovely as a tree. I think I shall never see a poem lovely as a tree. ആ വരികൾ ഞാൻ ഇപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ മാറ്റിയാണ്. I think I shall never see a poem lovely as a rain. I think I shall never see a poem lovely as a rain. ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയിലാണ് യോഗയുടെ അടിസ്ഥാനം. എല്ലാവരും പലതരത്തിലുള്ള ഈശ്വരന്മാരെ വിശ്വസിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായ ഈശ്വരനാരാണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ മതനിർമ്മിതമായ ഈശ്വരന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. മതം ഉണ്ടായാലും ഇല്ലേലും ഈ ഭൂമിയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഒരു ദിവസം സൂര്യനില്ലെങ്കിൽ ഈ ഭൂമി ഇല്ലാതാവും. അപ്പോൾ യോഗയിൽ ആദ്യമായി ആരെയാണ് ധ്യാനിക്കുന്നതെന്ന് ചോദിച്ചാൽ പോലും സൂര്യനെയാണ്. എല്ലാ എനർജിയുടെയും സ്രോതസ് എന്ന് പറയുന്നത് സൂര്യൻ തന്നെയാണ്. അതുകൊണ്ട് യോഗ എന്ന് പറയുമ്പോൾ തന്നെ കൃത്യമായ ഒരു പ്രാർത്ഥനാ രീതി പോലും ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. കാര്യം ആദ്യം സൂര്യ നമസ്കാരമാണ് ചെയ്യുന്നത്. കാര്യം നമ്മൾ പറയും സൂര്യനെ എനിക്ക് നമസ്കരിക്കാനൊക്കെ ഇല്ല എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം സൂര്യനില്ലെങ്കിൽ, അത് 2 ദിവസം സൂര്യനില്ലെങ്കിൽ പ്രപഞ്ചമില്ല. സൂര്യപ്രകാശം സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴാണ് മണ്ണിന് പോലും ജീവൻ ഉണ്ടാകുന്നത്. ആ മണ്ണറിവാണ് ശരിക്കും പറഞ്ഞാൽ അടിസ്ഥാനപരമായ യോഗ. നമ്മൾ വന്നു നിന്ന മണ്ണിനെ അറിയുകയാണ്, പ്രപഞ്ച ശക്തികളെ അറിയുകയാണ് യോഗ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് 1 ലക്ഷത്തിലേറെ ഡേറ്റ എൻ്റെ മെമ്മറി എന്ന് പറയാൻ കഴിയും. ഇപ്പം ശിവദാസിന്റെ വിവാഹം എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്നാണ് 1976 ആണോ? മെയ് മാസം 19 സോറി ഓഗസ്റ്റ് മാസം 19. പിന്നെ ഓഗസ്റ്റ് 19 ശിവദാസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട്? ഒരു ബന്ധമുണ്ട്. പി കൃഷ്ണപിള്ള എന്ന് പറയുന്ന കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അന്തരിച്ചത് ഓഗസ്റ്റ് 19. ഇനി ആ ഓഗസ്റ്റ് 19 ഒരു ദിവസം കഴിഞ്ഞാൽ രാജീവ് ഗാന്ധിയുടെ ജന്മദിനമുണ്ടാകും. അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യുന്നു? ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതും ഒരു ബ്രെയിൻ യോഗയാണ് ചെയ്യുന്നത്. ബ്രെയിൻ എപ്പോഴും എക്സസൈസ് കൊടുക്കുന്നു, നിങ്ങൾ ശരീരത്തിന് എക്സസൈസ് കൊടുക്കുന്നു. യോഗ അതിൻ്റെ ബേസാണ്. നമ്മൾ പ്രാണായാമത്തിലെ ശ്വാസം എടുക്കൽ ഇതെല്ലാം അതിൻ്റെ ബേസാണ്. അപ്പോൾ നമ്മൾ പ്രാണായാമത്തിൽ ചെയ്യുന്നത് പോലെ നമുക്ക് സമയമില്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ശ്വാസം ഒരു 5, 6 തവണ 7 തവണ അല്ലെങ്കിൽ 3ന്റെ ഗുണിതങ്ങളായി എടുത്താൽ, കൃത്യമായി എടുത്തുകൊണ്ട് ഒരു കാര്യം ഓർക്കുകയാണെങ്കിൽ കൂടുതൽ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തും. ഞാൻ ചെയ്യുന്നത് 366 ദിവസങ്ങളിൽ നടന്നത് ഈ ഭൂലോകത്തുള്ളൂ. ആ 366 ഡിവൈഡ് ചെയ്യും. ആ 366 ബോക്സ് എന്നിട്ട് നമ്മുടെ മനസ്സിൽ അത് സങ്കല്പിക്കും. 3000-ലേറെ ചിത്രങ്ങൾ ഞാൻ വരയ്ക്കുന്നത് ഒരാളെ ഫോട്ടോഗ്രാഫിക് മെമ്മറിയിലൂടെ അത് മനസ്സിലേക്ക് ഇടും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ജോൺ ഫിലിപ്പോസ് സാറുണ്ട്, അല്ലെങ്കിൽ അഡ്വക്കേറ്റ്, അദ്ദേഹത്തിൻ്റെ മുഖം നമ്മൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഒറ്റ സെക്കൻഡിലേക്ക് നോക്കിയാൽ മതി. ഫോട്ടോ എടുത്തതുപോലെ മനസ്സിലേക്ക് പതിപ്പിക്കും. ആ മനസ്സിലേക്ക് പതിപ്പിച്ചിട്ട് സെക്കൻഡുകൾ കൊണ്ട് 2 കൈകൾ കൊണ്ടുമാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ 2 കൈകളും ഒരുപോലെ ഉപയോഗിക്കുന്ന എല്ലാ എക്സസൈസിലും യോഗ അതും ചെയ്യുന്നുണ്ട്. 2 സൈഡും, ബ്രെയിൻ്റെ 2 സൈഡും ഒരുപോലെ ഉദ്ദീപിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും യോഗയിലുണ്ട്. ആ ബ്രെയിൻ്റെ 2 സൈഡും ഒരുപോലെ ഉദ്ദീപിപ്പിക്കുന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ബ്രെയിൻ പവർ കൂടും. യാതൊരു സംശയം വേണ്ട. ഐ എം ആൻ ആംബിഡെക്സ്റ്റർ. Fortunately or unfortunately, I am an ambidextrous. What do you mean by ambidextrous? Do you know what do you mean by ambidextrous? Ambidextrous means a person who can draw and write with both hands at the same time. A person who can draw and write with both hands at the same time. അവർ വരയ്ക്കോ എഴുതുകയോ ചെയ്യാൻ 2 കൈ കൊണ്ട് വരയ്ക്കാനോ എഴുതാനോ കഴിയുന്നവരെയാണ് ആംബിഡെക്സ്ട്രസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ അതിന് സവ്യസാചി എന്നാണ് പറയുന്നത്. ആ സവ്യസാചിത്വം നമ്മുടെ ബ്രെയിൻ പവറിനെ ഇരട്ടിപ്പിക്കും. ഇന്ന് ലോകത്ത് 800 കോടിയിലധികം ജനങ്ങളിൽ 1% മാത്രമേ സവ്യസാചികളായിട്ട് കഴിയുന്നുള്ളൂ. 2 കൈ കൊണ്ട് എഴുതാനും വരയ്ക്കാൻ. എനിക്ക് ഈ കൈ കൊണ്ട് എഴുതുന്ന സമയത്ത് തന്നെ ബി എഴുതാറുണ്ട്. ഇപ്പോൾ 2 കൈ കൊണ്ടുമാണ് ഞാൻ VS അച്യുതാനന്ദനെ വരയ്ക്കുന്നത്, കേരളത്തിൻ്റെ 11ാമത്തെ മുഖ്യമന്ത്രി. ഇങ്ങനെ അത് 8 സെക്കൻഡ് കൊണ്ട് വരച്ച വീഡിയോയ്ക്കാണ് ഇൻസ്റ്റഗ്രാമിൽ ആദ്യമായി ഒരു മലയാളിയുടെ വീഡിയോ 20 മില്യൺ കടക്കുന്നത്. എൻ്റെ വീഡിയോയാണ് 20 മില്യൺ.
മലയാളികളല്ല കൂടുതൽ കണ്ടത്. മലയാളികൾ കണ്ടാൽ 20 മില്യൺ കടക്കത്തില്ല. ഇപ്പോൾ 21 മില്യൺ ഉണ്ട്. 4 ദിവസം കൊണ്ട് ആ വീഡിയോ 21 മില്യൺ കടന്ന് വാർത്തകളെല്ലാം പത്രങ്ങളിൽ വന്നിരുന്നതാണ്. കുറേ 2-3 വർഷമായി. അപ്പോൾ നിങ്ങൾ ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മേധയെ ഉദ്ദീപിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടി യോഗയുടെ ഭാഗമായി നമുക്ക് ചെയ്യാനൊക്കും. ഇപ്പോൾ ഓരോ കാലത്ത് യോഗയിൽ ഉണ്ടായിരിക്കുന്ന പരിണാമങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ സമയത്ത് വന്നിരിക്കുന്ന പരിണാമങ്ങൾ. അത് പതഞ്ജലി യോഗ സൂത്ര, അത് കഴിഞ്ഞ് ഹഠയോഗ പ്രദീപിക വന്നിരിക്കുന്നു. ഹഠയോഗ പ്രദീപിക കഴിഞ്ഞിട്ട് പിന്നീട് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ആസനങ്ങളെല്ലാം വന്നിട്ടുള്ളത് VKS അയ്യങ്കാറിന്റെ പുസ്തകത്തിൽ നിന്നാണ്. അയ്യങ്കാറാണ് ഈ പറഞ്ഞ നൂറുകണക്കിന് ആസനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, കർണാടകക്കാരനായ അയ്യങ്കാർ. അപ്പോൾ ഇങ്ങനെ ഓരോ സമയത്തും പിന്നെ ശ്രീ രവിശങ്കർ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ക്രിയേറ്റിവിറ്റി ആയിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറെൻറ്റ് തിങ്സ്, ദേ ഡു തിങ്സ് ഡിഫറെൻ്റ്ലി. വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറെൻറ്റ് തിങ്സ്, ദേ ഡു തിങ്സ് ഡിഫറെൻ്റ്ലി. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പല യോഗാചാര്യന്മാരും പല കാര്യങ്ങളും പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമ്മളതിനെ വിമർശിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഞാൻ ബൗദ്ധിക് യോഗ എന്ന് പറയുന്ന ഒരു കാര്യമാണ് പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. ബൗദ്ധിക് യോഗ എന്ന് പറഞ്ഞൊരു കൂവേജ് ഇല്ല. പക്ഷേ 2 വാക്കുകൾ ചേർത്ത് വെച്ചാൽ മൂന്നാമതൊരു വാക്കല്ല, ഒരു നക്ഷത്രമാണ് ഉണ്ടാകുന്നത് എഴുതിയത് റോബർട്ട് ബ്രൗണിംഗ് എന്ന വിക്ടോറിയൻ കവിയാണ്. ഔട്ട് ഓഫ് 3 sounds he framed not a 4th sound but a star എന്നാണ് അദ്ദേഹം എഴുതിയത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യുന്ന ഈ ബൗദ്ധിക് യോഗയിൽ ചെയ്യുന്നത് പറഞ്ഞാൽ ബ്രെയിൻ്റെ എക്സസൈസുകളാണ്. നമ്മളിപ്പം ചുരുങ്ങിയ സമയം കൊണ്ട് അതൊന്നും പറയാനൊക്കില്ല. എങ്കിലും 1-2 ഉദാഹരണം പറയാം. ഡോക്ടർ എന്നാണ് ഡോക്ടേഴ്സ് ഡേ? ഡോക്ടേഴ്സ് ഡേ എന്നാണ് അല്ല, ഡോക്ടേഴ്സ് ഡേ എന്താണെന്ന് ചോദിച്ചാൽ ജൂലൈ 1 ബിധാൻ ചന്ദ് റോയ് എന്ന് പറഞ്ഞ BC റോയ് ബംഗാളിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്. BC റോയ്ക്ക് മാത്രമാണ് ഒരു ഡോക്ടർക്ക് ഭാരതരത്നം കിട്ടിയത്. ഗാന്ധിജിയുടെ ഡോക്ടറായിരുന്നു. BC റോയ് ജനിക്കുകയും മരിക്കുകയും ചെയ്തത് ഒരേ ദിവസമാണ്, ജൂലൈ മാസം 1 തീയതി. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡോക്ടറെ കാണുമ്പോൾ തന്നെ ഞാൻ BC റോയ് എന്ന് കണക്ട് ചെയ്യും, അസോസിയേറ്റ് ചെയ്യും, മെമ്മറിയെ അസോസിയേറ്റ് ചെയ്യും. അപ്പം ഡോക്ടേഴ്സ് ഡേ എന്നുള്ളത് എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഇപ്പോൾ ഒരു എഞ്ചിനീയർ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എഞ്ചിനീയർ. ഇപ്പോൾ എഞ്ചിനീയറുടെ മുഖം കാണുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ അസോസിയേറ്റ് ചെയ്യും. ഇപ്പോൾ ആഡം എന്നൊരു പേര് കേട്ടാൽ നൂറുകണക്കിന് ആ പേരുകളുമായി അസോസിയേറ്റ് ചെയ്യും. ഇപ്പോൾ ലളിത ടീച്ചർ PR ലളിത എന്നാണ്, അല്ലെ, ഇൻഫിൽ PR അല്ലേ, അസോസിയേറ്റ് ചെയ്യും. അങ്ങനെ കണക്ട് ചെയ്യും, അസോസിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ മെമ്മറിയെ എൻഹാൻസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത് ഏത് വർഷമാണ്? ഒക്ടോബർ 31. ഇപ്പോൾ ഒക്ടോബർ 31 ഒരു ഡേറ്റ് കേട്ട് കഴിഞ്ഞാൽ ഞാനിങ്ങനെ പെട്ടെന്ന് ഓർക്കും. ഒക്ടോബർ 31 ഉമ്മൻചാണ്ടി ജനിച്ചത് ഒക്ടോബർ 31 1943 ഒക്ടോബർ 31. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത് 1984 ഒക്ടോബർ 31. രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് ഒക്ടോബർ 31 1984. ഒക്ടോബർ 31 എന്നെ ഇടാൻ ഒരു ജയിലും ഈ ഭൂലോകത്തില്ല എന്ന് പ്രഖ്യാപിച്ച ഹാരി ഹൂദിനി എന്ന് പറഞ്ഞൊരു മജീഷ്യനുണ്ട്. ഹാരി ഹൂദിനി അദ്ദേഹത്തെ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും ജയിലിൽ കൊണ്ടിട്ടു. 1 മണിക്കൂറിനകം ആ ജയിലിൽ നിന്ന് പുറത്തിട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏത് കുറ്റകൃത്യം ചെയ്താലും ഹാരി ഹൂദിനി എന്നെ ഒരു മനുഷ്യനും ജയിലിടാനൊക്കെ. സത്യമായിരുന്നു. പല രാജ്യങ്ങളും പരീക്ഷണം നടത്തിയിട്ടും ഹാരി ഹൂദിനിയെ പിടിക്കാനൊക്കില്ല. ആ ഹാരി ഹൂദിനിയുടെ ഓർമ്മദിന ദിവസമാണ് ഒക്ടോബർ 31. തിരുവനന്തപുരത്ത് മാജിക് പ്ലാനറ്റ് പോയിട്ടുള്ളവർ ഉണ്ടോ? മാജിക് പ്ലാനറ്റ് സ്ഥാപിച്ചത് 2014 ഒക്ടോബർ 31 എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുതുകാടാണ്. ഇനി ഇന്ത്യയുടെ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി, ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഓർമ്മദിനമാണ് ഒക്ടോബർ 31. ഇങ്ങനെ 100 കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും ഒക്ടോബർ 31 കുറിച്ച് തീരില്ല. ഈ 1984 കുറിച്ച് പറഞ്ഞാൽ 1984 ഡിസംബർ മാസം 2 തീയതിയാണ് ഭോപ്പാൽ ദുരന്തം. 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത്. 1984 മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന സിനിമ, ആദ്യത്തെ സിനിമ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, റിലീസ് ചെയ്തത്. ഇങ്ങനെ എത്ര കാര്യങ്ങൾ നമുക്ക് ഒരു വർഷമോ ഡേറ്റോ കേട്ടാൽ ഇങ്ങനെ ഓർക്കാനൊക്കെ. ഇപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങൾ ശരീരത്തെ. ഇപ്പം എന്തുകൊണ്ടാണ് കുടവേറുണ്ടാകുന്നത്? വയറിന് വേണ്ടത്ര എക്സസൈസ് കൊടുക്കാത്തതുകൊണ്ട് തന്നെയാണ്. എന്ന് പറയുന്ന പോലെ ബ്രെയിന് വേണ്ടത്ര എക്സസൈസ് കൊടുക്കാതിരിക്കുമ്പോൾ തീർച്ചയായും അൽഷിമേഴ്സും ഡിമെൻഷ്യയും പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ യോഗ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ്റെ എനർജി കൂട്ടുന്ന ഒരു പ്രവർത്തനം തന്നെയാണ്. പ്രത്യേകിച്ച് പ്രാണായോഗയിലെ പല നിശ്വാസ രീതിയിൽ ഇൻഹേൽ ചെയ്യുമ്പോഴും എക്സേൽ ചെയ്യുമ്പോഴും എല്ലാം ബ്രെയിൻ പവർ തന്നെയാണ് കൂട്ടുന്നത്. നിങ്ങളുടെ ശരീരം പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് ബ്രെയിൻ പവർ. നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ഓർമ്മയാണ്. മെമ്മറി ഈസ് ദി ബേസിസ് ഓഫ് ഓൾ വിസ്ഡം. മെമ്മറി ഈസ് ദി ബേസിസ് ഓഫ് ഓൾ വിസ്ഡം. എന്ന് നിങ്ങളുടെ ഓർമ്മ പോകുന്നോ അന്ന് നിങ്ങളല്ലാതായി. നിങ്ങൾക്ക് നിങ്ങളുടെ ബാത്റൂം എവിടെയാണ്, വാഷ്റൂം എവിടെയാണ്, ടോയ്ലറ്റ് എവിടെയാണ് എന്ന് നിങ്ങൾ മറന്നു പോകുന്നോ അന്ന് നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും നിങ്ങളെ അവഗണിക്കും. കാര്യം നിങ്ങളല്ലാതെയാകുന്നു. നിങ്ങളുടെ പേര് പോലും മറന്നു പോകുന്നു. അവിടെയാണ് ബ്രെയിൻ്റെ ഉദ്ദീപനം. അതിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാമാണ് പ്രാണായോഗയിൽ ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ കുറേ കൂടെ എലാബറേറ്റ് ആയിട്ടുള്ള ഇങ്ങനെ 366 കണ്ണുകളായിട്ട് തിരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് ഒരു സംഖ്യ പറയും, ഒരാൾ 7 എന്ന് പറയുന്നത്.
ഏഴെന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഇന്ത്യ ഹോൾസ് 7th പൊസിഷൻ അക്കോർഡിംഗ് ടു ഇറ്റ്സ് ലാസ്റ്റ്. ഇന്ത്യക്ക് ലോകത്തെ രാജ്യങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ്. അല്ലെങ്കിൽ 7 എന്ന് കേൾക്കുമ്പോൾ വാട്ടർ, ജലമില്ലാതെ ഒരു കാര്യം നടക്കില്ല. വാട്ട്സ് pH വാല്യൂ ഓഫ് വാട്ടർ? വാട്ടർ pH വാല്യൂ is 7. 7ആണ് ജലത്തിന്റെ pH വാല്യൂ. വാട്ട്സ് അറ്റോമിക് നമ്പർ ഓഫ് നൈട്രജൻ? ഇവിടെ കെമിസ്ട്രി പഠിപ്പിച്ച ഇതാ ബിഷപ്പ് മൂർ കോളേജിൽ എൻ്റെ പ്രിൻസിപ്പലായിരുന്ന അദ്ദേഹമുണ്ട്. 7 എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ഓഫ് നൈട്രജൻ. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ. ഞാൻ കെമിസ്ട്രി പഠിച്ചിട്ട് എത്രയോ വർഷമായി. പക്ഷേ 118 എലമെന്റ്, ഇപ്പം 50ാമത്തെ എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ടിന്നാണെന്ന് പറയും. സംശയമുണ്ടോ? ഇല്ല. 15ാമത്തെ എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഫോസ്ഫറസ് ആണെന്ന് പറയും. 8ാമത്തെ എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും 8ാമത്തെ എലമെന്റ് ഏതാ? ഓക്സിജൻ അല്ലേ? ഓക്സിജൻ. 11th എലമെന്റ് ഏതാ? സോഡിയം. മനുഷ്യന് ഏറ്റവും വേണ്ടിയ ഒരു കാര്യമാണ് സോഡിയം. ഇങ്ങനെ എന്ത് ചോദിച്ചാലും എൻ്റെ ഇനി 84th എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ റേഡിയവും പൊളോണിയവും കണ്ടുപിടിച്ച പോളണ്ടിലെ വാക്സിൻ ജനിച്ച മാഡം ക്യൂറി കണ്ടുപിടിച്ചത് 84th പൊളോണിയം. 88th ഏതാണെന്ന് ചോദിച്ചാൽ റേഡിയം. ഇങ്ങനെ എന്തും നമുക്ക് പെട്ടെന്ന് മെമ്മറി ചെയ്യാം. എനിക്ക് 100 കവിതകൾ ഇംഗ്ലീഷിലും ഇപ്പോൾ ലൈറ്റ് മൈ ലൈറ്റ് വെൽ ഫീലിംഗ് ലൈറ്റ് ഐ കിസിംഗ് ലൈറ്റ് ഹാർട്ട് സീറ്റിംഗ് ലൈറ്റ് ഓ ദി ലൈറ്റ് ഡാൻസസ് അറ്റ് ദി സെന്റർ ഓഫ് മൈ ലൈഫ് എന്ന് എഴുതിയത് ടാഗോറാണ്. ടാഗോർ എഴുതിയത് ഗീതാഞ്ജലിയിലാണ്. അത് തന്നെ ബംഗാളി ഭാഷയിൽ എഴുതി തേജോ മമ തേജോ ഭുവന പൂരേ തേജോ. അപ്പോൾ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് പഠിച്ച പരമായിരുന്നു ഞാൻ പണ്ടൊരു മഹാനദിക്കരയിൽ, നദിയുടെ പേര് ഞാൻ മറന്നുപോയി, നൈലോ യൂഫ്രട്ടിസോ യാങ്സിയോ യമനയോ, നദികൾ കന്യാക്കാളും ഓർമ്മകാളും അവർ കടലിൽ ചിറകുള്ള സഞ്ചാരപ്രിയർ. ഏതാണ്? വയലാറിന്റെ വൃക്ഷം. അതല്ലെങ്കിൽ Tiger burning bright in the forest of the night, what immortal hands or eye could frame your fearful symmetry എന്ന് എഴുതിയ വില്യം ബ്ലേക്ക്. അതല്ലെങ്കിൽ എത്ര കവിത വേണം, എത്ര ഇത് വേണം. ഇതെല്ലാം സെക്കൻഡുകൾ കൊണ്ട് ചെയിൻ പോലെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ പറയുന്നത് പോലെയുള്ള ബ്രെയിൻ്റെ എക്സസൈസ് കൊണ്ടാണ്. ആ ബ്രെയിൻ്റെ എക്സസൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇപ്പോൾ 7 കേൾക്കുന്നു. ലോകാരോഗ്യ ദിനം എന്നാണ്. 7 ആണ്. ഏത്? April 7 ലോകാരോഗ്യ സംഘടന രൂപീകരിച്ചത്. 7 കേൾക്കുമ്പോൾ പ്രേംനസറിന്റെ ഇഷ്ടമുള്ളവർക്ക് ഓർക്കാം. 7 ആണ് പ്രേംനസറിന്റെ ജന്മദിനം. April 7. 7 കേൾക്കുമ്പോൾ ഓർക്കാം 7 മമ്മൂട്ടിയുടെ ജന്മദിനം എന്നാണ്. 7 സെപ്റ്റംബർ 7 ബ്രസീലിന്റെ സ്വാതന്ത്ര്യ ദിനം എന്നാണ്. സെപ്റ്റംബർ 7 മാഡം ക്യൂറി ജനിച്ചതെന്നാണ്. നവംബർ 7 ഇനി പിന്നെ കമൽഹാസൻ ജനിച്ചതെന്നാണ്. നവംബർ 7. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ എത്ര കാര്യങ്ങളെ ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാനും എത്ര കാര്യങ്ങളെ കണക്ട് ചെയ്ത് ഓർക്കാനും. അപ്പോൾ അതിൻ്റെ ആ ബ്രെയിൻ യോഗ അല്ലെങ്കിൽ സൂപ്പർ ബ്രെയിൻ യോഗ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രാണായോഗയുടെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രാണായോഗ പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് നല്ല ബ്രീത്ത് എക്സസൈസുകൾ ചെയ്ത് ശരിക്കും ബ്രെയിനെ പ്രോജ്വലമാക്കി പ്രദീപ്തമാക്കി വെക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ബ്രെയിൻ എന്ന് പറയുന്നത് ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള ഏത് കമ്പ്യൂട്ടറിനേക്കാൾ വലിയ മെഷീൻ തന്നെയാണ്. ഞാൻ ഇതിനകത്ത് ഒരു ചെറിയ സാമ്പിൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ എത്ര കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ഓർക്കാനൊക്കെ. ഇപ്പോൾ ഒരാളുടെ പേര് കേട്ടാൽ ആ പേരുമായി കണക്ട് ചെയ്ത 100 കാര്യങ്ങൾ നമുക്ക് ഓർത്തു വെക്കാൻ. 100 കാര്യങ്ങൾ. ഇപ്പോൾ എക്കണോമിക്സ് എന്ന് ഒരാൾ കേൾക്കുക. എക്കണോമിക്സ് പഠിച്ചാലും ഉണ്ടോ? എക്കണോമിക്സ് എന്നാണ്. പിന്നെ എക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എൻക്വയറി ഇൻ ടു നേച്ചർ. ആ പുസ്തകം എന്നാണ് പ്രസിദ്ധീകരിച്ചതെന്ന് വെച്ചാൽ 1776. ഈ 1776 എന്ന് പറയുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യും. 1776 എന്ന് പറഞ്ഞാൽ 1776 അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി. അമേരിക്ക പോയവർക്കറിയാം. ജൂലൈ 4 അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. സംശയമുണ്ടോ? ജൂലൈ 4 അമേരിക്കയുടെ സ്വാതന്ത്ര്യമാണ്. ജനുവരി 4 മ്യാൻമറിന്റെ സ്വാതന്ത്ര്യ ദിനമാണ്. ഇനി ഫെബ്രുവരി 4 ശ്രീലങ്കയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. ജൂലൈ 4 അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. ഓഗസ്റ്റ് 4 ഒബാമയുടെ ജന്മദിനമാണ്. ഒബാമ 1961 ജനിച്ചത്. അമേരിക്കയുടെ 44ാമത് പ്രസിഡന്റായിരുന്നു. ഈ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ പേരാണെങ്കിലും ജോർജ് വാഷിംഗ്ടൺ, ജോൺ ആഡംസ്, ഇങ്ങനെ ഓരോ പേരുകളായിട്ട് ഓർക്കുന്നതും കണക്ട് ചെയ്താണ്. അപ്പൊ അസോസിയേറ്റ് ചെയ്ത് ഓർത്ത് വെക്കുന്ന ഒരു പ്രത്യേക ടെക്നിക്കാണ് നമ്മൾ സൂപ്പർ ബ്രെയിൻ പവർ യോഗ അതല്ലെങ്കിൽ ഭൗതിക യോഗയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ചുരുങ്ങിയ സമയത്ത് നിങ്ങളെല്ലാം പോകാൻ തിരക്കുള്ള സമയമായിട്ട് വിശദമായി ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ചിത്രം വരച്ചു, പിന്നെ മുല്ലപ്പൂക്കൾ കൊണ്ട് ചിത്രം വരച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയാണ്. ഉമ്മൻചാണ്ടി കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ പടപടപടയുന്ന 6 സെക്കൻഡ് 7 സെക്കൻഡ് മതിയോ എനിക്ക് ഉമ്മൻചാണ്ടിയെ വരയ്ക്കാൻ. ഉമ്മൻചാണ്ടി എന്ന് കേൾക്കുമ്പോൾ വരയ്ക്കുക മാത്രമല്ല, 1943 ഉമ്മൻചാണ്ടി ജനിച്ചത്. 1943 ഒക്ടോബർ 31 ജനിച്ചത്. ഉമ്മൻചാണ്ടി ആദ്യമായി 1970 നിയമസഭയിലേക്ക് വരുന്നത്. ഉമ്മൻചാണ്ടി ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നത് 2006 KK ആന്റണി 2004 ഉമ്മൻചാണ്ടി ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നത്. 2004 തൊട്ട് 2006 വരെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. 2006 തൊട്ട് 2011 വരെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. 2011 അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയായി. അദ്ദേഹം അന്നേരം MLA ആയിരുന്നു. ശരിയായിരുന്നു. 2011 തൊട്ട് അങ്ങനെ 2016 വരെ MLA ആയിരുന്നു. അതെ.
അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇനി കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാരെ പറഞ്ഞാൽ 1957 ഒന്നാം EMS മന്ത്രിസഭ, ഏപ്രിൽ മാസം 5-ാം തീയതിയാണ് ഒന്നാം EMS മന്ത്രിസഭ. 1957 മുതൽ 59 വരെ ഒന്നാം EMS മന്ത്രിസഭ. 1960 പട്ടനാളുള്ള രണ്ടാമത്തെ മുഖ്യമന്ത്രിയായി. 1962 വരെ പട്ടനാളുള്ള, 62 തൊട്ട് 64 വരെ ആർ ശങ്കർ മുഖ്യമന്ത്രി. 65 കേരളത്തിൽ നിയമസഭയിൽ കൂടിയില്ല, എല്ലാവരും ജയിച്ചു, ആർക്കും സത്യപ്രതിജ്ഞ ചെയ്യാവത്തില്ല. 1967 രണ്ടാം EMS മന്ത്രിസഭ. 1967 തൊട്ട് 69 വരെ രണ്ടാം EMS മന്ത്രിസഭ. 1969 CH ചിദംബരം കേരളത്തിലെ മുഖ്യമന്ത്രിയായി നവംബർ മാസം 1-ാം തീയതി. 69 തൊട്ട് 70 വരെ CH ചിദംബരം. 70 തൊട്ട് 77 വരെ CH ചിദംബരം. 77 അടിയന്തരാവസ്ഥ കഴിഞ്ഞു. 77 കെ കരുണാകരന്റെ സർക്കാർ വന്നു. 1977 മാർച്ച് മാസം 25-ാം തീയതി കെ കരുണാകരൻ മുഖ്യമന്ത്രിയായി. ഒരു മാസം മാത്രം രാജൻ കേസിൽ രാജിവെക്കേണ്ടി വന്നു. 1977 ഏപ്രിൽ മാസം 25-ാം തീയതി രാജിവെച്ച് 2 ദിവസം കൂടെ നിന്നു. 1977 ഏപ്രിൽ മാസം 27-ാം തീയതി കേരളത്തിന്റെ ചരിത്രത്തിൽ 36 വയസ്സുള്ള ആൾ മുഖ്യമന്ത്രിയായി. 1940 ഡിസംബർ മാസം 28-ാം തീയതി ചേർത്തലയിൽ ജനിച്ച അറക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി എന്ന് പറയുന്ന വ്യക്തി 36-ാമത്തെ വയസ്സിൽ കേവലം കൊച്ചുപയ്യൻ അവിവാഹിതൻ 1977 മുഖ്യമന്ത്രിയായി. ഇങ്ങനെ ഏത് മുഖ്യമന്ത്രിയുടെ കാര്യമോ. ഇനി കെ നായനാർ എന്ന മുഖ്യമന്ത്രിയായെന്ന് വെച്ചാൽ 1980 ജനുവരി മാസം 25-ാം തീയതി. ഇങ്ങനെ ഏത് ചരിത്ര സംഭവങ്ങളും. ഇപ്പോൾ പെരുമൺ ദുരന്തം എന്നാ ഉണ്ടായെന്ന് ചോദിച്ചാൽ നിങ്ങൾ വിക്കിപീഡിയ നോക്കുക, അല്ലെ ഗൂഗിൾ നോക്കുന്നവർ നോക്കിക്കോ. 1988 ജൂലൈ മാസം 8-ാം തീയതി. ഇങ്ങനെ 1 ലക്ഷത്തോളം ചരിത്ര സംഭവങ്ങൾ ഏത് സമയത്തും ബ്രെയിനിൽ നിന്ന് പറയാൻ പര്യാപ്തമായത് ഇത് തന്നെയാണ്. അപ്പൊ നമ്മളിപ്പം യോഗയെക്കുറിച്ച് പറയുമ്പോൾ ശിവാനന്ദ എന്ന് പറഞ്ഞ 125 വയസ്സുള്ള ആളിന്, യോഗാ ഗുരുവിന് ഇപ്പോഴും ഇങ്ങനെ നിന്ന് നമസ്കരിക്കാമെങ്കിൽ അതിനപ്പുറത്തേക്ക് വേറെ ഉദാഹരണമല്ല. അപ്പൊ ബ്രെയിൻ യോഗയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ, അതല്ലെങ്കിൽ ബൗദ്ധിക് യോഗയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 3000-ലേറെ ആളുകളെ വരയ്ക്കാൻ കഴിയും. ഒരാളെ 1 സെക്കൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുന്നത് അടുത്ത സെക്കൻഡിൽ 8 സെക്കൻഡ് കൊണ്ട് എൻ്റെ സ്റ്റേജ് ഷോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അത്ര സെക്കൻഡ് കൊണ്ട് എനിക്ക് അങ്ങോട്ട് മാറി നിന്ന് വരയ്ക്കാൻ കഴിയും. അപ്പോൾ ഇത് ഒരു ടെക്നിക്കാണ്. അതിൻ്റെ ടെക്നിക്കുകൾ പൂർണ്ണമായും നമുക്ക് ഇവിടെ പറയാൻ കഴിയില്ല. ഏതായാലും യു ആർ ക്വൈറ്റ് ഫോർച്ചുനേറ്റ്. യു ഗോട്ട് എ ബ്രില്യന്റ് expert in yoga as a trainer. Give him a big round of applause. Please put your hands together. അപ്പോൾ വലിയൊരു സന്തോഷം. ഇപ്പം തന്നെ ഞാൻ കുറച്ച് കൂടുതൽ സമയം എടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ ജോയിച്ചാനോട് പറഞ്ഞത് 2 കാര്യങ്ങൾ. എനിക്ക് ഉറക്കളച്ചാൽ അതിനുള്ള ടെക്നിക്കുകൾ 1 ദിവസം കൊണ്ട്. റോം ഈസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. റോമ നഗരം 1 ദിവസം കൊണ്ട് നിർമ്മിച്ചതല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 ദിവസം കൊണ്ട് യോഗ പഠിക്കണമെന്ന് പറഞ്ഞ ഒരാൾ വന്നാൽ ക്യാപ്സ്യൂൾ യോഗ ഉണ്ടോ? എന്തെങ്കിലും സൂര്യനമസ്കാരം കൊടുക്കാറില്ല എന്ന് പറഞ്ഞ പോലെ. പക്ഷേ അമേസിംഗ് ആയിട്ടുള്ള മെമ്മറി പവർ ഉള്ള ആളാണ് PR ലളിത ടീച്ചർ. കാര്യം ലളിത ടീച്ചർ എൻ്റെ മകൻ്റെ പേര് നിരഞ്ജൻ എന്നാണെന്നും മകളുടെ പേര് ശിവാനി എന്നാണെന്നും പിന്നെ അതുപോലെ തന്നെ ഭാര്യയുടെ പേര് ഉണ്ണിമായി ആണെന്നും പറഞ്ഞു അല്ലേ. അപ്പോൾ ആ മെമ്മറി, ഇവർ 2 പേരുടെയും കൂടെ മെമ്മറി പവർ ചേർന്നപ്പോൾ മിടുക്കിയായ മലയാളം ICU വിഷയമായിട്ട് സിവിൽ സർവീസിൽ 3-ാം റാങ്ക് കിട്ടിയ ആളാണ് ശിവദാസൻ സാറിൻ്റെ മകൾ. അപ്പോൾ ആ മകൾക്ക് ഒക്കെ ആ മെമ്മറി എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഇവർ 2 പേരിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്തോഷം. How to enhance your memory, how to enhance your brain power? Obviously you can. Yes, you can. If you follow my techniques, obviously you can enhance your memory. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തത് ഈ പറഞ്ഞ പോലെ 366 കണ്ണികളായിട്ട് ഈ ലോകത്ത് നടന്ന സകല സംഭവങ്ങൾ 306 ദിവസങ്ങളിൽ നടന്നത് മാത്രമേ ഉള്ളൂ. ആ 366 കണ്ണികളായിട്ട് തിരിച്ചുകൊണ്ട് ഓരോ കണ്ണിയിലും ഓരോ സംഭവങ്ങൾ കൊണ്ടിട്ട്. ഇപ്പോൾ ജോയിച്ചാനോട് ചോദിച്ചാൽ ജോയിച്ചാൻ്റെ ബർത്ത്ഡേ അറിയില്ല. പക്ഷെ ഞാൻ പറയും ജോയിച്ചാനും ശശി തരൂരും തമ്മിൽ എന്താ ബന്ധം? എന്താ ജോയിച്ചാനും ശശി തരൂരും? നിങ്ങൾ വിക്കിപീഡിയ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗൂഗിൾ ഉണ്ടെങ്കിൽ മാതാപിതാ ഗുരു ദൈവം പോയി മാതാപിതാ ഗൂഗിൾ ദൈവം. ഇപ്പൊ ഗൂഗിൾ നോക്കിയാൽ മതി. ശശി തരൂർ നിങ്ങൾ എടുത്തു നോക്കൂ. അപ്പൊ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ കാണും. 1956 മാർച്ച് മാസം 9-ാം തീയതിയാണ് ശശി തരൂർ ജനിച്ചതെന്ന് നിങ്ങൾ കാണും. ചോദിച്ചാൽ 1956 മാർച്ച് 9-ന് എന്താ പറയുന്നത്? അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്. ഇദ്ദേഹം കല്യാണം കഴിച്ചത് 1984-ലാണ് കല്യാണം കഴിച്ചത്. അദ്ദേഹത്തിന്റെ കല്യാണം ജൂൺ 10 ആയിരുന്നു. അതെ, ഇത് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ വിവാഹ വാർഷികം ഉദ്ഘാടനം ചെയ്ത് ഞാനാണ്. എന്റെ മനസ്സിൽ പോയിട്ടില്ല, അത് മാഞ്ഞു പോയില്ല. എന്നുവെച്ചാൽ ഫോട്ടോഗ്രാഫിക് മെമ്മറി ഡെവലപ്പ് ചെയ്താൽ നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഈ പറയുന്ന 150 ട്യൂഷനും ഇതൊന്നും വേണ്ട. കൃത്യമായും ഫോട്ടോഗ്രാഫിക് മെമ്മറി ഡെവലപ്പ് ചെയ്താൽ നിങ്ങൾ പഠിച്ചതൊന്നുമേ മറന്നു പോവില്ല, ഒന്നുമേ മാഞ്ഞു പോവില്ല. ആ മാഞ്ഞു പോകാതെ ലോങ് ടേം മെമ്മറി ആയിട്ട്, ഇപ്പോൾ ഷോർട്ട് ടേം മെമ്മറി ഉണ്ടാകേണ്ട കാര്യമില്ല, ലോങ് ടേം മെമ്മറി ആയിട്ട് നമ്മുടെ മെമ്മറിയിൽ ഉറപ്പിച്ച് നിർത്തിയാൽ ഒബ്വിയസ്ലി യുവർ കിഡ്സ്, ഗ്രാൻഡ് ചിൽഡ്രൻ, ദേ കുഡ് സ്കെയിൽ ഗ്രേറ്റ് ഹൈറ്റ്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള വിദ്യകളാണ് പിന്നെ സിവിൽ സർവീസ് ട്രെയിനിങ് ഉൾപ്പെടെയുള്ള വിവിധ ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഈ രീതിയിലാണ്.
അപ്പോൾ അതിൻ്റെ വിശദമായ കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ടോ അരമണിക്കൂർ കൊണ്ടോ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. എങ്കിലും നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ഭൗതിക് യോഗ എന്നാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന യോഗയുടെ പേര്. അത് യോഗയുടെ ഒരു ഇപ്പോഴത്തെ നിലവിലുള്ള യോഗയെ സമർപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ്. ബ്രെയിനെ കൂടുതൽ എൻഹാൻസ് ചെയ്തുകൊണ്ട്, മെമ്മറി എൻഹാൻസ് ചെയ്തുകൊണ്ട്, ബ്രെയിൻ പവറിനെ എൻഹാൻസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാത്രം ഞാൻ പറയാം, യു പ്രാക്ടീസ് ഡബിൾ ഡ്യൂട്ടി. 2 കൈ കൊണ്ട് കുത്തി വരച്ച് നോക്കും, 2 കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യും. ആ ബ്രെയിൻ പവർ വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും സിമ്പിൾ ടെസ്റ്റ്, കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനുള്ള സിമ്പിൾ ടെസ്റ്റ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. കർപ്പൂര ദീപങ്ങളാകട്ടെ കണ്ണുകൾ, കസ്തൂരി പോലെ മണക്കട്ടെ വാക്കുകൾ, അന്യൻ്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുന്നവരുടെ കാലമുണ്ടാകട്ടെ എന്ന് പറഞ്ഞത് മാക്സിം ഗോർക്കിയാണ്. മദറിൽ എഴുതിയ അന്യൻ്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുന്നവരുടെ കാലമുണ്ടാവട്ടെ. അങ്ങനെ ഒരു കാലമുണ്ടാവട്ടെ. യോഗ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഇതേ വളരെ ശാന്തരാണ്. സമയമുണ്ടായിരുന്നെങ്കിൽ ഇത് ചിത്രകാരനായി ഇദ്ദേഹത്തെ സെക്കൻഡുകൾ കൊണ്ട് വരയ്ക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടാകും. കാര്യം നിങ്ങൾ വളരെ ഫോർച്ചുനേറ്റാണ്. അതുപോലെ ജോയിച്ചാനെ പോലെ ഇത് നന്നായി സംഘടിപ്പിച്ചു. എനിക്ക് ഒത്തിരി വർഷത്തിന് ശേഷം ലൈല ദിബാഗ് ഡോക്ടറെ കാണാൻ കഴിഞ്ഞു. ആദ്യമായി ഒരു തവണ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്നാണ് കണ്ടതെന്ന് ചോദിച്ചാൽ ആത്മഹത്യാ പ്രതിരോധ ദിന പരിപാടിയിലാണ്. അത് ആരൊക്കെ ആ യോഗത്തിലുണ്ടായിരുന്നു ചോദിച്ചാൽ ഡോക്ടർ പ്രതിഭ ഉണ്ടായിരുന്നു. എത്ര വർഷം മുമ്പ്? 10 വർഷങ്ങളായിട്ടാണ് ഡോക്ടർ പ്രതിഭ ഉണ്ടായിരുന്നു. രാജനാരായണ സ്വാമി ഉണ്ടായിരുന്നു, ഇല്ലേ? ലൈല ഡോക്ടർ ഉണ്ടായിരുന്നു. അന്ന് ലൈല ഡോക്ടർ എനിക്ക് തോന്നുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസറായിരുന്നു. അപ്പോൾ ഒരു തവണ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത്രയും വർഷം കഴിഞ്ഞും ലൈല ഡോക്ടറെ എന്നാണ് കണ്ടത്, അന്ന് കൂടെ ഉണ്ടായിരുന്ന ആരൊക്കെ എന്ന് ഞാൻ ഓർത്തു വെക്കുന്നെങ്കിൽ അത് ഈ ഭൗതിക് യോഗയുടെ പ്രത്യേകത തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വിശദമായി കൂടെ പറയുന്നില്ല. എല്ലാവർക്കും എൻ്റെ വാക്കുകൾ കേട്ട അന്യൻ്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുന്നവരുടെ കാലമുണ്ടാകട്ടെ. ആ സഹിഷ്ണുതയാണ് വെറും യോഗ ഒരു എക്സസൈസ് മാത്രമല്ല. ആ സഹിഷ്ണുത, ശാന്തത, എക്കണോമിറ്റി ഓഫ് മൈൻഡ് തന്നെയാണ് യോഗ മുന്നോട്ട് വെക്കുന്നത്. പതഞ്ജലി യോഗ സൂത്ര മുന്നോട്ട് വെക്കുന്നതും ആ എക്കണോമിറ്റി ഓഫ് മൈൻഡാണ്. സൂതിങ് ഇഫക്റ്റാണ്, ശാന്തതയാണ്. ആ ശാന്തതയാണ് എല്ലാവിധമായ ഇപ്പം നമ്മൾ ചെയ്യുന്ന നൂറുകണക്കിന് ആസനങ്ങളിൽ ഒക്കെ അപ്പുറത്തേക്ക് പതഞ്ജലി യോഗ സൂത്ര മുന്നോട്ട് വെക്കുന്നതും ഈ എക്കണോമിറ്റി ഓഫ് മൈൻഡാണ്, സൂതിങ് ഇഫക്റ്റ് ആണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്റർനാഷണൽ യോഗ ഡേക്ക് എല്ലാവിധമായ ആശംസകളും. ഇന്ന് യോഗ ഡേ മാത്രമല്ല, ലോക സംഗീത ദിനം കൂടിയാണ് ഇന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് 21, അടുത്ത മാസം 21 എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയ ദിവസമാണ്. 1969 ജൂലൈ 21 മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത്. പക്ഷേ അമേരിക്കക്കാർക്കത് ജൂലൈ 20, ഇന്ത്യക്കാർക്ക് ജൂലൈ 21. അപ്പോൾ ഒത്തിരി സന്തോഷം, താങ്ക് യു. ഇവിടെ വരാൻ കഴിഞ്ഞതിലും ശിവദാസ് സാറിനെ പോലൊരു ആദരിക്കുന്ന അഭിഭാഷകനാണ്. അദ്ദേഹം അധ്യക്ഷത വഹിക്കുന്ന കാര്യം ഥാനെ പേ ലിഖാഹേ ഖാനെ വാലോം കാ രാം എന്ന് പറഞ്ഞ പോലെ അദ്ദേഹമാണ് ഇന്ന് ഈ കണക്കിന് അധ്യക്ഷത വഹിക്കേണ്ടതെന്ന് ഓരോ ധാന്യമണിയിലും എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തെ കാണാനും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇനി ഒരു കാര്യം പറയാം, അറിവ് എത്ര നേടിയാലും നമ്മൾ വിനയം കൂടുക എന്നുള്ളതേ ഉള്ളൂ. കറ്റത് കൈയളവ്, കിടപ്പത് കടലളവ്. When you learn more and more, you will obviously realize the depth of your ignorance. അറിവില്ലായ്മയുടെ ആഴം മാത്രമേ കൂടുതൽ അറിയുന്തോറും നിങ്ങൾ അറിയുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയാൽ ഏറ്റവും ഡൗൺ ടു എർത്ത് ആയിട്ടിരിക്കാൻ കഴിയും. പരിസ്ഥിതി ബോധം പകരുന്ന പഴയ ഒരു സുഹൃത്തുണ്ട്. എനിക്കൊരു വലിയ ക്ഷണഭാവനമുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് വരയ്ക്കാൻ കഴിഞ്ഞില്ല. ക്രിസോസ്റ്റം തിരുമേനിയെ കുറിച്ചുള്ള പുസ്തകമായിരുന്നു. ക്രിസോസ്റ്റം തിരുമേനി ജനിച്ചത് 1918 അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഏപ്രിൽ 27. ഏപ്രിൽ 27 അദ്ദേഹത്തെക്കുറിച്ച് പുസ്തകം എഴുതി. വർഷങ്ങൾക്ക് മുമ്പ് പുസ്തകത്തിന് ഇല്ലസ്ട്രേഷൻ വരയ്ക്കാനായിട്ട് എന്നെ വിളിച്ചു. എത്ര വർഷമായി കാണും? 10 വർഷം മുമ്പ്. അന്ന് ഒരു തവണ എന്നെ ഫോൺ ചെയ്തിട്ടുള്ളൂ. അത് ക്രിസ്മസ് ഞാനേക്ക് അന്ന് ഏതൊക്കെയോ രാജ്യങ്ങളിൽ ടൂറും ഒക്കെ ആയിട്ട് എനിക്ക് വരച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിൽ ഉള്ള ദുഃഖം, അദ്ദേഹത്തിന് എന്നോട് ദേഷ്യവും കാണുക. അപ്പോൾ അത് ഞാൻ ഇത് ഓർക്കുന്നു. ഏപ്രിൽ മാസം 27 ക്രിസ്മസ് തിരുമേനിയുടെ ഓർമ്മദിനം. അത് പ്രത്യേക ഒരു ദിവസമുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വന്നത് ഈ കോളേജിൻ്റെ ആനുവൽ ഡേ കോളേജിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ അന്ന് വന്നപ്പോൾ ക്രിസ്മസ് തിരുമേനി ഞാനും കൂടെയാണ്. അദ്ദേഹം യൂണിയൻ ഉദ്ഘാടനം ചെയ്തു, ഞാൻ ആർട്സ് ഡേ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷം, താങ്ക് യു. എന്നെ ഇവിടേക്ക് ക്ഷണിച്ച യോഗ ഗ്രൂപ്പിനും ജോയിച്ചായാലും യോഗ ഗുരുവിനും എല്ലാവർക്കും എൻ്റെ സ്നേഹം. താങ്ക് യു. നമുക്ക് വിളക്ക് കൊളുത്തി ഈ കാര്യങ്ങൾ നമുക്കിവിടെ മംഗളമായി അവസാനിപ്പിക്കാം. നമുക്ക് എല്ലാവർക്കും ഒരു വലിയ വിരുന്ന് നൽകിയ വിദേശിനെ പ്രത്യേകമായി ഞാൻ നന്ദി അറിയിക്കും.